മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ.ബി. മേത്തർ എം.പി. നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകി. 5-ാം ദിവസം ഉദുമയിൽ നിന്നും ആരംഭിച്ച യാത്ര മുൻ വി.സി. ഖാദർ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വിത്ത് വീണ്ടും വിതച്ചുകൊണ്ടാണ് മുഴുവൻ പഞ്ചായത്തുകളിലും മഹിളകളുടെ ഈ യാത്ര കടന്നുപോകുന്നതെന്നും അടുത്തുവരുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ത്രിവർണ വിജയ പതാക വാനിൽ ഉയർന്നു പറക്കുമെന്നും കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് പറഞ്ഞു. മഹിളാ സാഹസ് കേരള യാത്രയുടെ 5-ാം ദിവസത്തെ ഉദുമ മണ്ഡലംതല പ്രചരണം പള്ളം മാഷ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏറ്റവും വളക്കൂറുള്ള മണ്ണാണ് ഇന്ന് കേരളത്തിന്റെ മണ്ണ്. ഒരു സംശയവും വേണ്ട, അവിടെ വിത്തിറക്കിയാൽ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി, അത് മനോഹരമായി തളർന്നു വരും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വിത്ത് വീണ്ടും വിതച്ചുകൊണ്ടാണ് ഓരോ പഞ്ചായത്തിലും ഈ സഹോദരിമാർ കടന്നു ചെല്ലുന്നത്. അങ്ങനെ വിത്തുകൾ വിതക്കുമ്പോൾ അടുത്ത തവണ 2 തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. പഞ്ചായത്ത്, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും അതേപോലെ അസംബ്ലി തെരഞ്ഞെടുപ്പും. ഈ തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാക ആ അജയ്യമായ കൊടിക്കുറ വാനിൽ ഉയരം പറക്കും എന്ന കാര്യത്തിൽ ആർക്കും സംശയവുമില്ല. അതിന്റെ ജാഥയാണ്. തെരഞ്ഞെടുപ്പിൽ ജയിക്കുക മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നീതി ലഭിക്കുവാൻ വേണ്ടിയുള്ള സഹോദരന്മാരുടെ വ്യാപമാണ് ഈ യാത്ര. ഈ മണ്ണ് രക്തസാക്ഷികളുടെ മണ്ണാണ്. കൃപേഷും ശരത്ലാലും മാത്രമല്ല, നിരവധി പേർ അവരുടെ ജീവൻ ബലി നൽകിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംരക്ഷിക്കാൻ മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ജനാധിപത്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കുവാൻ വേണ്ടിയാണെന്നും മുൻ വി.സി. കൂട്ടിച്ചേർത്തു. ഈ മണ്ണ് രക്തസാക്ഷികളുടെ മണ്ണാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾക്കറിയുമോ, കൃപേഷും ശരത്ലാലും മാത്രമല്ല, അതേ പഞ്ചായത്തിൽ ഒരു ദാസനുണ്ട്, ഒന്നതാണ്. അത് കഴിഞ്ഞ് ബന്ധെടുക്ക പോയാൽ അവിടെ 1-2 7 പേരെ അവിടെ കൊന്നൊടുക്കിയിരിക്കുന്നു. ചീമേ പോവും. അവിടുത്തെ അവസ്ഥ എന്താ? ഇതേ എണ്ണം അവിടെയും ഉണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു? ഇവരെന്തിനാണ് അവരുടെ ജീവൻ നൽകിയത്? അവർ ജീവൻ നൽകിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമൊന്നുമല്ല, നമ്മുടെ നാട്ടിലെ ജനാധിപത്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുവാൻ വേണ്ടിയാണ് അവർ സ്വന്തം ജീവരക്തമൊഴുകി. അവരുടെ കുഴിമാടത്തിന്റെ ശക്തിയിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് നിലനിൽക്കുന്നത്. ജാഥ ലീഡറും മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ജെ.ബി. മേത്തർ എം.പി. യാത്രാ സാഹചര്യം വിശദീകരിച്ചു. മഹിളാ കോൺഗ്രസ് ഉദുമ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സിനിമോൾ അധ്യക്ഷത വഹിച്ചു. പെരിയ കല്യോട്ടെ ഇരട്ടക്കൊലക്കേസിൽ CBI പ്രോസിക്യൂഷൻ അസിസ്റ്റന്റായ ഉദുമ സ്വദേശി അഡ്വക്കേറ്റ് പത്മനാഭനെ മഹിളാ കോൺഗ്രസ് ഉദുമ മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ആർ. ലക്ഷ്മി, രജനി രമാനന്ദ്, സംസ്ഥാന സെക്രട്ടറി നസീമ ഖാദർ, KPCC അംഗം ഹക്കീം കുന്നിൽ, DCC സെക്രട്ടറിമാരായ VR വിദ്യാസാഗർ, ഗീതാകൃഷ്ണൻ, ധന്യ സുരേഷ്, യൂത്ത് കോൺഗ്രസ് മുൻ പാർലമെന്റ് പ്രസിഡന്റ് സാജിദ് മൗവൽ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV ഭക്തവത്സലൻ, ഉദുമ UDF കൺവീനർ B. ബാലകൃഷ്ണൻ, KV ശോഭന തുടങ്ങിയവർ സംസാരിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സുകുമാരി ശ്രീധരൻ സ്വാഗതവും മണ്ഡലം സെക്രട്ടറി ബിന്ദു സുധൻ നന്ദിയും പറഞ്ഞു. കോൺഗ്രസ് ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളും മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളും പോഷക സംഘടനാ ഭാരവാഹികളും ചടങ്ങിൽ സംബന്ധിച്ചു. അജാനൂർ മണ്ഡലം മഹിളാ കോൺഗ്രസ് മാവുങ്കാലിൽ നൽകിയ സ്വീകരണ യോഗം KPCC സെക്രട്ടറി M. അസ്നാർ ഉദ്ഘാടനം ചെയ്തു. പുതിയ കാലത്തിനനുസരിച്ചുള്ള മാറ്റം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റും നേതാക്കന്മാരും ആ പ്രദേശത്തെ പ്രവർത്തകരുമായി സംവദിച്ച് പുതിയ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊണ്ട് മുമ്പോട്ട് പോകാൻ കേരളത്തിലെ കോൺഗ്രസ് അനുഭാവമുള്ള സ്ത്രീ സമൂഹത്തെ ശക്തിപ്പെടുത്തുക എന്ന വലിയൊരു ദൗത്യവുമായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. കേരളത്തിലെ അമ്മമാരുടെ കണ്ണീര് കാണാൻ കഴിയാത്ത മുഖ്യമന്ത്രി പിണറായി വിജയനെ അധികാരത്തിൽ നിന്നും താഴെയിറക്കുന്നത് കേരളത്തിലെ അമ്മമാരുൾപ്പെടെയുള്ള സ്ത്രീ സമൂഹമായിരിക്കുമെന്ന് തുടർന്ന് സംസാരിച്ച മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെ.ബി. മേത്തർ പറഞ്ഞു. നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ സ്ത്രീകൾ UDFന്റെ ഏറ്റവും വലിയ ശക്തിയായി മാറുമെന്നും അവർ കൂട്ടിച്ചേർത്തു. കേരളത്തിലെ അമ്മമാരുടെ വികാരമാണ് നമ്മൾ ഈ യാത്രയിലുടനീളം നമ്മുടെ മനസ്സിലും നമ്മുടെ പ്രവർത്തനങ്ങളും. കേരളത്തിലെ അമ്മമാരുടെ കണ്ണീർ കാണാത്ത പിണറായി വിജയൻ സർക്കാരിനെ താഴെ ഇറക്കാൻ പോകുന്നത്, പിണറായി വിജയൻ സർക്കാരിനെ ഇത്രയും ജനങ്ങൾക്ക് ജനദ്രോഹ നടപടികളുമായി മുന്നോട്ട് പോകുന്ന സർക്കാരിനെ താഴെ ഇറക്കാൻ പോകുന്നത് കേരളത്തിലെ അമ്മമാർ തന്നെയാണ്, സഹോദരിമാർ തന്നെയാണ്. ഇരട്ട ജീവപര്യന്തം നൽകിയ വിധിയിൽ നമ്മൾ കുറച്ച് ആശ്വാസം പകർന്നെങ്കിലും ഇന്ന് 4 പേരെ ഹൈക്കോടതി വിട്ടയച്ചു എന്നുള്ളത് നമുക്ക് ഏറെ ദുഃഖം നൽകുന്ന കാര്യമാണ്. ആ ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്തു എന്നുള്ളത്.
മണ്ഡലം മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ഉഷ കല്ലിങ്കാൽ അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളായ രജനി രമാനന്ദ്, ആർ ലക്ഷ്മി, ജയലക്ഷ്മി ദത്തൻ, ജില്ലാ പ്രസിഡന്റ് മിനി ചന്ദ്രൻ, ധന്യ സുരേഷ്, ഗീതാകൃഷ്ണൻ, ഹക്കീം കുന്നിൽ, ടി കെ സുധാകരൻ, ഐക്കാൽ കുഞ്ഞിരാമൻ, വിമല കുഞ്ഞികൃഷ്ണൻ, കെ പ്രേമ, രമാദേവി വെള്ളിക്കോത്ത്, പി ബാലകൃഷ്ണൻ, പ്രതിഭ വെള്ളിക്കോത്ത്, അനിത സതീശൻ, ഉഷ പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ് വിഷൻ.